ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്ന അടിപൊളി ചില്ലി ചിക്കനാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബോൺലെസ് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വോൾ ചിക്കൻ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആക്ച്വലി ബോണുള്ള പീസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു രുചിയുള്ളൂ. പിന്നെ സിസ്റ്റർ ബോൺലെസ്സേ കഴിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ചിക്കൻ ബ്രസ്റ്റ് കുറച്ച് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ ഇടുകയാണ്. അതിനുശേഷം നമ്മളൊരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചിട്ടു. ഒന്നല്ല, ഒരു 2 മുട്ട വേണ്ടി വരും. 1.5 കിലോ ഉണ്ട് ഏകദേശം. അതിനുശേഷം നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോർ ഇടുകയാണ്. ഒരു 2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുക. സോയ സോസിന് നല്ല ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിക്കോ. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്രത്തോളം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുവാണോ അത്രത്തോളം നല്ലതായിരിക്കും. അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇതുപോലെ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്തെടുത്തതിന് ശേഷം നമുക്കിനി ചില്ലി ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒനിയൻ സ്ക്വയറായിട്ട് അരിഞ്ഞത്, പിന്നെ ഗാർലിക്ക്, പിന്നെ ഗ്രീൻ ഒനിയൻ അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ, പിന്നെ ക്യാപ്സിക്കം അതെല്ലാം സ്ക്വയറായിട്ടാണ് അരിയേണ്ടത്, പിന്നെ ഓറഞ്ച് റെഡ് കളർ ബെൽ പെപ്പർ. പിന്നെ നമുക്ക് വേണ്ടത് എരിവിനനുസരിച്ച് നമ്മൾ ഗ്രീൻ ചില്ലി, അതേപോലെ പിന്നെ നമുക്ക് വേണ്ടത് റെഡ് ചില്ലി സോസ്, സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ്റെ മസാല തയ്യാറാക്കിയിട്ടെടുക്കാം. പാൻ ചൂടായതിനു ശേഷം വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ ആവശ്യത്തിന് ഉപയോഗിച്ച് അത് ചൂടായതിനു ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റുക. വെളുത്തുള്ളിയുടെ പച്ചമണം ചെറുതായിട്ട് മാറിക്കഴിയുമ്പോഴത്തേനും ക്യാപ്സിക്കവും പിന്നെ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒനിയനും റെഡ് ആൻഡ് ഓറഞ്ച് ബെൽ പെപ്പറും ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, 4 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് എരിവ് നമുക്ക് വേണ്ട, നമ്മൾ ഓൾറെഡി ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല, ഒരു ഹാഫ് കുക്ക് ആവാനേ പാടുള്ളൂ. ഈ ബെൽ പെപ്പറും ക്യാപ്സിക്കവും എല്ലാം അതിൻ്റെ ആ ഒരു ഗുണം പോവും, പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും നമ്മൾ കഴിക്കുമ്പം ഫുള്ള് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ.
അപ്പം ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാനേ പാടുള്ളൂ. നമ്മൾ സോയ് സോസ് ഒഴിക്കുകയാണ്. അതൊരു 5 സ്പൂൺ വേണം, 5 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കോൺഫ്ലവർ സ്റ്റാർച്ച് ഒരു 2 ടീസ്പൂൺ. നമ്മൾ ശരിക്കും ഇത് മസാലയൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാനാണ്. നമുക്ക് അത്ര ഗ്രേവി ഇല്ല, അതുകൊണ്ട് അത് കണ്ടറിഞ്ഞിട്ട് വേണം നിങ്ങൾ കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യാൻ. നമ്മൾ 2 ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ, സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ തയ്യാറാവും. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ ഒനിയൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ബെല്ലൈക്കൺ ഞെക്കി ഓൾ എന്ന് കൊടുക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.